സുഭദ്ര ഇരിക്കൂ. കൊന്നോ? അതോ? എനിക്കറിയണം. കൊല്ലേണ്ടതായിരുന്നു. നിന്നെ ഓർത്ത് കൊന്നില്ല. ഞങ്ങളെ തമ്മിൽ അകറ്റാൻ എന്തൊക്കെ കെട്ടുകഥകൾ ചമച്ചു, ഉപജാപങ്ങൾ ചെയ്തു. നിങ്ങളൊരിക്കൽ കെണിയിലൊന്നും ഞാൻ വീഴാത്തതിന് ഇത്രയും ദ്രോഹം ചെയ്യണോ? പെണ്ണിന്റെ കൊഴുത്ത മേന് കണ്ട് മതിമറക്കുന്നവനല്ല തമ്പി. ഓർമ്മയുണ്ടല്ലോ, നിനക്ക് 10 വയസ്സുള്ളപ്പോ ഞാൻ നിന്നെ മോഹിച്ചു. പിന്നൊരിക്കൽ നീ എതിർത്ത് നിന്നപ്പോ ഞാൻ ഇട്ടേച്ച് പോന്നത് നിന്റെ കരുത്തോ കരച്ചിലോ കണ്ടിട്ടല്ല, നീ വരുമെന്ന പ്രതീക്ഷയിൽ. ഇപ്പോ ഈ തന്റെ അടുത്ത് നിന്നെ കട്ടിലേക്ക് വലിച്ചിടാത്തത് എന്റെ മര്യാദ കൊണ്ടാ. ഇനി ആലോചിക്കാൻ നിനക്ക് സമയമുണ്ട്. എന്റെ പുരുഷന്റെ കൊലക്കുറി നിങ്ങൾ എടുത്തപ്പോൾ പടയിൽ ജയിച്ചു വരാൻ കാവൽ വിളക്ക് നേർന്നവളാണ് ഞാൻ. സത്യമില്ല, മാനമില്ല, ഭയമില്ല. എന്നിട്ടും രാജ്യം കൊതിക്കുന്നു. നിങ്ങൾ ഒന്നുമാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയിക്കോളൂ. ക്ഷത്രിയനാകാനുള്ള മഹാദാനത്തിൽ ഇതും കൂടി ആയിക്കോട്ടെ. എനിക്കൊന്നേ അറിയണ്ടു, എന്റെ പുരുഷൻ ജീവിച്ചിരിപ്പുണ്ടോ? കണ്ടെത്തും വരെ ഈ തീയണയില്ല. അതിനായി സുഭദ്ര ഏത് വേഷവും കെട്ടും. ഞാനൊന്നും ആകരുതേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കേ. വരമായി ദാ നിന്റെ മാനം ഞാൻ തിരിച്ചു തരുന്നു. ഈ നേരം നിന്നോട് എനിക്ക് എന്തുമാകാം. പക്ഷേ നീ എന്റെ അടുക്കൽ വരുന്നത് വരെ വേണ്ട. ഇവനെ നമുക്ക് വേണം. கோயில் பள்ளி ஏதடா குறித்து நின்றதேதடா, கோயில் பள்ளி ஏதடா குறித்து நின்றதேதடா, வாயினால் வழங்கி நின்ற மந்திரங்களேதடா, வாயினால் வழங்கி நின்ற மந்திரங்களேதடா, ஞானமான கோயிலில் நன்மையாய் வணங்கினால் காயமான கோயிலில் காணலாம் இறைவனே, കായമാന കോയിലിൽ കാണലാം ഇറൈവനേ. അമ്മാവന്റെ അവിടെ തകർത്തുന്ന് കേട്ടു. ഓ, എന്നെ പേടിപ്പിക്കാനാണെങ്കിൽ സുഭദ്ര പേടിക്കില്ല. എനിക്ക് കൂട്ടിനാണെങ്കിൽ അത് വേണ്ട. ടൺ 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 Dun, 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 dun.
നിന്നെ ഇന്ന് തമ്പിയുടെ വീട്ടിലെ ഇടവഴിയിൽ കണ്ടു. ആശാരി തങ്കന്റെ കുടിയുടെ മുന്നിൽ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോ നീ എന്റെ പിന്നാലെ ഉണ്ടെന്നറിഞ്ഞു. എന്താ നിനക്കിന്ന് ഇവിടെ വരാൻ തോന്നിയത്? നീ ഇരിക്കെ. എവിടെ നിന്റെ ഉറക്കം? വേണമെങ്കിൽ പുറത്തെ ചായപ്പിൽ കിടന്നോ. നിന്നെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. മതിച്ച കൊമ്പനെ മുട്ടുകുത്തിച്ചത്, കയത്തിൽ താണ് മീനാക്ഷിയുടെ കുഞ്ഞിനെ രക്ഷിച്ചത്, അമ്മാവന്റെ മാളികയിൽ കയറ് പൊട്ടിച്ചത്. എല്ലായിടത്തും ചുറ്റി നടക്കുന്ന നിനക്ക് എനിക്കായൊരു ഉപകാരം ചെയ്യാമോ? എന്റെ ആളിനെ നീ എവിടെയെങ്കിലും കണ്ടോ? കല്ലാലെ കോട്ടை കെട്ടി കല്ലറയ്ക്കുള്ളിരുന്നാലും, കല്ലാലെ കോട്ടை കെട്ടി കല്ലറയ്ക്കുള്ളിരുന്നാലും, കാലനുടയാളു വந்தால் കണ്ടില്ലെன்றால் വിടുവാരോ, കാലനുടയാളു വந்தால் കണ്ടില്ലെன்றாൽ വിടുവാരോ, കണ്ടില്ലെன்றாൽ വിടുവാരോ. പൊയ്ക്കോ. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ ഞങ്ങൾ നാണിപ്പിച്ച് അടങ്ങുമല്ലേ? കുലടേ, അമ്മായി മര്യാദയ്ക്ക് സംസാരിക്കണം. അമ്മായി ഏരപ്പേ, കണ്ട ഭ്രാന്തന്റെയും ചാന്നാന്റെയും കൂടെ ഉറങ്ങുന്ന നിനക്ക് ഞാൻ അമ്മായിയോ? ഇനിയും നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ? നാണം കരുത്തി തല തോറ്റിച്ചില്ലേ നീ? കെട്ടിയാൻ ഇട്ടെറിഞ്ഞു പോയിട്ട് മാസം 1 തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് കണ്ട ചാന്നാനെ മറവനെ വീട്ടിൽ കിടത്തി പൊറുപ്പിക്കുന്നല്ലേ? അമ്മാവന്റെ കൈകൊണ്ട് നിന്റെ കഴുത്തിറക്കും മുമ്പ് എങ്ങോട്ടെങ്കിലും ഓടിപ്പൊയ്ക്കോ. സുഭദ്ര ചീത്തയാണ്, സമ്മതിച്ചു. ഇനി വായടച്ചില്ലെങ്കിൽ മഹാപ്രയാകും. അമ്മായിയുടെ മഹത്വത്തെ പറ്റി നാട്ടുകാരി പറയും. എങ്ങോട്ടാ? ഇത്ര ഭീരുവാണോ നീ? എന്നെ വിട്ടു പോവില്ലെന്ന് സത്യം ചെയ്തതല്ലേ? ഭർത്താവിനെ എന്റെ അടുക്കൽ എത്തിക്കാമെന്ന് വാക്ക് തന്നതല്ലേ? അതും വേണ്ടെന്ന് വെച്ചോ? ഓ, ഞാൻ ആരോടായി സംസാരിക്കുന്നത്? സുഭദ്രയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ നീ കൂടെ ഉണ്ടെങ്കിൽ ഒരു കൂട്ടായി, കൂടെപ്പിറപ്പിനെ പോലെ വിശ്വസിക്കാമല്ലോ. അത് വേണ്ടെന്നാണെങ്കിൽ പൊയ്ക്കോ. സത്യത്തിൽ നീ ഭ്രാന്തനാണോ? വേണ്ട, നീ ഭ്രാന്തനായിരുന്നാൽ മതി. അച്ഛന്റെ മുഖം എനിക്ക് ഓർമ്മയില്ല, എന്നെ കാണാൻ വന്നിട്ടില്ല. അച്ഛനൊരു മകനുണ്ടെന്ന് കേട്ടു, അയാളെ എനിക്കറിയില്ല. ഞാനൊരാളെ ഇഷ്ടപ്പെട്ടു, അയാളും എന്നെ ഒറ്റയ്ക്കാക്കി. മറ്റുള്ളവർ എന്റെ ശരീരം കൊതിക്കുന്നവരാണ്. നീ എന്റെ മുന്നിൽ എപ്പോഴും ഭ്രാന്തനായിരുന്നാൽ മതി. വന്നു അല്ലേ? സത്യം ചെയ്യാം. വേണ്ട. പിന്നെ എന്തിനിങ്ങോട്ട് കെട്ടിയെടുത്തു? ഞങ്ങളെ ഒറ്റ കൊടുക്കാനോ? അല്ല, ഇവിടേക്ക് വരണ്ടാന്ന് ഉറപ്പിച്ചതുമാണ്. പക്ഷേ നിങ്ങളുടെ വഴിവിട്ട ആലോചന കേട്ടപ്പോ എന്റെ മനസാക്ഷി പറഞ്ഞു ഇങ്ങോട്ട് പോരാൻ. ഓഹോ, മനസാക്ഷിക്ക് പറയാനുള്ള കേൾക്കട്ടെ. അവസാന വിളിയും കാത്ത് പൊന്നുതമ്പുരാൻ കിടക്കുമ്പോ കൊട്ടാരത്തിനകത്ത് കയറി ഇളയതമ്പുരാനെ വധിക്കാനുള്ള ആലോചന കുറെ കടന്നുപോയി. ദൈവനീതിക്കോ പ്രജാഹിതത്തിനോ അത് ചേരില്ല. ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല. അത് പതിക്കേണ്ടടുത്ത് നിശ്ചിതമായി പതിക്കുക തന്നെ ചെയ്യും.
8 വീട്ടി പിള്ളമാരുടെ നീതിക്കും ദാക്ഷിണ്യമില്ല. അത് 7 വീട്ടി പിള്ളമാരായിട്ട് കുറഞ്ഞാലും പതിക്കേണ്ട അടുത്ത് തന്നെ പതിക്കും. പൊന്നുതമ്പുരാന്റെ പ്രാണൻ പോയിട്ട് പോരെ ഈ പരാക്രമങ്ങളൊക്കെ? നിങ്ങളുടെ ആലോചനകളൊക്കെ അവരും അറിഞ്ഞിട്ടുണ്ട്. 7 പിള്ളമാർക്കാണ് കുറി അയച്ചിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു. നിങ്ങളുടെ പക്ഷത്തൊരാൾ സേനാനായകൻ ഓടിപ്പോയിട്ട് അധികനാളായില്ല. അങ്ങനെയും സംഭവിച്ചുകൂടെ? അങ്ങയോട് എനിക്ക് പ്രത്യേകിച്ചൊന്ന് പറയാനുണ്ട്. അതിനു മുമ്പ് ഒരു ഉപകാരം ചെയ്യാൻ സന്മനസ് കാട്ടണം. കഴക്കൂട്ടത്തിന് എന്നെ വിശ്വസിക്കാൻ. എങ്കിൽ ഈ സുന്ദരയ്യൻ എന്ന മഹാബ്രാഹ്മണനോട് കുറച്ചുനേരം പുറത്തുപോയി നിൽക്കാൻ കൽപ്പിക്കുക. ഇയാൾ ഒറ്റുകൊടുക്കുമെന്ന ശങ്ക കൊണ്ടല്ല. ഇയാളിലെ കുതന്ത്രക്കാരൻ എന്റെ വാക്കുകളെ തകിടം മറിക്കും. നാട്ടുനടപ്പ് പ്രകാരം തന്നെ നമുക്ക് തമ്പി അദ്ദേഹത്തെ നമ്മുടെ രക്ഷാപുരുഷനായി പ്രഖ്യാപിക്കാം. മഹാരാജാവായി പട്ടം കെട്ടാൻ കുറച്ചുകൂടി കാത്തിരിക്കുക. എന്റെ അപേക്ഷ ആവർത്തിക്കുന്നു. കൊലപാതകം ഒഴിവാക്കുക. കഴക്കൂട്ടത്തിന്റെ വാക്കുകൾ ഒരു കാശിയാത്രക്കാരന് ചേരും. രാജ്യസ്നേഹിക്ക് ചേരില്ല. പ്രജകളിൽ മിക്കവരും കരം കൊടുക്കാൻ മടിക്കുന്നു. ധനക്കുറവ് മൂലം മന്ത്രിമാർ അയൽ നാടുകളിൽ നിന്ന് കടം വാങ്ങുന്നു. കലഹങ്ങൾ ഭയന്ന് മന്ത്രിമാർ ദ്രവ്യങ്ങൾ വിദൂര സ്ഥലങ്ങളിലേക്ക് മാറ്റി സൂക്ഷിക്കുന്നു. ഭീരുക്കൾ പോലും ധൈര്യം അവലംബിച്ച് രാജ്യദോഷത്തെക്കുറിച്ച് പരസ്യമായി പറയുന്നു. രാജഭടന്മാർ ചിലപ്പോൾ ആജ്ഞകൾ ലംഘിക്കുന്നു. ഇംഗ്ലീഷുകാർ നൽകുന്ന സഹായത്തിന് പ്രായശ്ചിത്തമായി അവർ ചോദിക്കുന്നതൊക്കെ നൽകുന്നു. ഒരു ദുർബലമായ രാജ്യത്ത് അതിദുർബലനായ രാജാവ്